തർക്കം മുറുകുന്നതിനിടെ കേരള ഒളിമ്പിക്സ് അസോസിയേഷനെതിരെ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട കായിക വകുപ്പ് കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ 1.4 കോടി രൂപ സഹായം കൊടുത്തുവെന്ന രേഖയാണ് ഇപ്പോൾ കായിക വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. സഹായം നൽകിയില്ലെന്ന ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് കായിക വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, പറയൂ. SKN കായിക വകുപ്പും ഒപ്പം തന്നെ കായിക സംഘടനകളും തമ്മിലുള്ള പോര് അത് മുറുകുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കായിക വകുപ്പ് ഈ ഒളിമ്പിക് അസോസിയേഷൻ നൽകിയ പണത്തിൻ്റെ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ കായിക വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1.4 കോടി രൂപ ഒളിമ്പിക് അസോസിയേഷന് നൽകിയെന്നാണ് കായിക വകുപ്പ് പുറത്തുവിട്ട രേഖകളിൽ പറയുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ 2021-22 വർഷത്തിൽ മാത്രം 62.5 ലക്ഷം രൂപ നൽകി. ഈ വർഷം മാത്രം 25 ലക്ഷം രൂപ നൽകിയെന്നും ഈ കണക്കിൽ പറയുന്നു. ഈ ഒളിമ്പിക്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഉന്നയിച്ചൊരു ആരോപണം കായിക വകുപ്പിൽ നിന്ന് ഒരു തരത്തിലുള്ള പണവും ലഭിച്ചില്ല, തങ്ങൾ പണം ലഭിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്, ദേശീയ ഗെയിംസിന് ഉൾപ്പെടെ പണം നൽകുന്നൊരു കാര്യം കായിക വകുപ്പ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് പണം ലഭിച്ചില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശം ഈ അസോസിയേഷന് കാലത്ത് നിന്ന് വന്നത്. ഒപ്പം തന്നെ മന്ത്രിയും ഈ ആരോപണങ്ങൾ തള്ളി. ഈ ഒളിമ്പിക് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കെതിരെ മന്ത്രിയും ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഈ കായിക വകുപ്പും കായിക മന്ത്രി തന്നെ നേതൃത്വം നൽകുന്ന ഒരു പോരും ഒപ്പം തന്നെ കായിക സംഘടനകളുമായുള്ള ഒരു പോര് വലിയ തോതിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കായിക വകുപ്പ് ഒളിമ്പിക് അസോസിയേഷൻ ഉൾപ്പെടെ അനുവദിച്ച പണത്തിൻ്റെ കണക്ക് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ പോര് ഇനി എവിടെ എത്തിച്ചേരുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.